കണിക്കൊന്നകൾ മഞ്ഞപ്പട്ടുടുത്തു നിൽക്കുന്ന ഐശ്വര്യത്തിന്റെ പൊൻകണി ദർശിച്ച് മലയാളി പുത്തൻ പ്രതീക്ഷകളിലേക്ക് മിഴിതുറക്കുന്ന സുന്ദരമായ ഒരു വിഷുക്കാലം കൂടി വന്നെത്തിയിരിക്കുകയാണ്. കാലചക്രത്തിന്റെ ഭ്രമണപഥത്തിൽ ഒരു വർഷം കൂടി കടന്നു പോകുമ്പോൾ വിഭജിക്കപ്പെട്ടതെന്നും വിജയത്തിന്റെ പാതയെന്നും അർത്ഥമുള്ള വിശാഖം നക്ഷത്രക്കാർക്ക് 2026 ഈ വിഷുപുലരി വെറും ഒരു ആഘോഷം മാത്രമല്ല, മറിച്ച് ജീവിതത്തിലെ വലിയൊരു പരിവർത്തനത്തിന്റെ നാന്ദി കൂടിയാണ്. വിശാഖം നക്ഷത്രം ഇന്ദ്രനും അഗ്നിയും ദേവതകളായി വിളങ്ങുന്ന ലക്ഷ്യബോധവും കഠിനാധ്വാനവും മുഖമുദ്രയാക്കിയവരുടെ നക്ഷത്രം. ജീവിതത്തിൽ വലിയ സ്വപ്നങ്ങൾ കാണുകയും അത് നേടിയെടുക്കാൻ ഏതറ്റം വരെയും പരിശ്രമിക്കുകയും ചെയ്യുന്ന വിശാഖം നക്ഷത്രക്കാർക്ക് കഴിഞ്ഞ കുറച്ചു കാലമായി ചില തടസ്സങ്ങളും അനിശ്ചിതത്വങ്ങളും നേരിടേണ്ടി വന്നിട്ടുണ്ടാകാം. എന്നാൽ 2026 ഏപ്രിൽ പകുതിയോടെ തെളിയുന്ന ആ കണിക്കൊന്നയുടെ തിളക്കം നിങ്ങളുടെ ജീവിതത്തിലെ ഇരുളടങ്ങിയ കോണുകളിലേക്ക് വെളിച്ചം വീശാൻ പോകുന്നവയാണ്. ഈ വിഷുക്കാലം വിശാഖം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പരാജയങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് പുതിയൊരു ഊർജ്ജത്തോടെ മുന്നേറാൻ പ്രകൃതി ഒരുക്കുന്ന ഒരു അവസരമാണ്. പണ്ട് വിതച്ച വിത്തുകൾ കൊയ്യാൻ പാകമാകുന്ന വിളവെടുപ്പ് ഉത്സവമാണ് വിഷുവെങ്കിൽ നിങ്ങളുടെ അധ്വാനത്തിന്റെ ബലം അനുഭവിക്കാനുള്ള കാലം സമാഗതമായിരിക്കുന്നു എന്ന് ഈ വിഷുബലം നിങ്ങളോട് പറയുന്നു. 2026 വിഷുബലം വിശകലനം ചെയ്യുമ്പോൾ ശ്രദ്ധേയമായ കാര്യം നിങ്ങളുടെ ആത്മവിശ്വാസത്തിലുള്ള വർധനവാണ്. അഗ്നിയുടെ കരുത്തും ഇന്ദ്രന്റെ ഭരണപാഠവും ഒത്തിണങ്ങിയ വിശാഖം നക്ഷത്രക്കാർക്ക് തടസ്സങ്ങളെ അഗ്നിയിൽ എന്ന പോലെ ദഹിപ്പിച്ചു കളയാനും പുതിയ മേഖലകളിൽ ആധിപത്യം സ്ഥാപിക്കാനും ഈ വർഷം സാധിക്കും. സാമ്പത്തികമായ ഉന്നതിയും കുടുംബത്തിലെ ഐശ്വര്യവും മാത്രമല്ല, നിങ്ങളുടെ ആത്മീയമായ വളർച്ചയ്ക്കും ഈ വിഷുക്കാലം വഴിയൊരുക്കുന്നു. തൊഴിൽ രംഗത്ത് നിങ്ങൾ ആഗ്രഹിച്ച മാറ്റങ്ങൾ, ദാമ്പത്യ ജീവിതത്തിൽ കാത്തിരുന്ന സമാധാനം, സാമ്പത്തിക ഇടപാടുകളിൽ പ്രതീക്ഷിച്ചിരുന്ന ലാഭം എന്നിവയെല്ലാം ഈ വിഷു മുതൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒഴുകിയെത്താൻ തുടങ്ങും. എന്നാൽ ഈ സൗഭാഗ്യങ്ങൾ കൈപ്പിടിയിലൊതുക്കാൻ നിങ്ങൾ പുലർത്തേണ്ട ചില ജാഗ്രതകളുണ്ട്. നിങ്ങളുടെ മുൻകോപത്തെ എങ്ങനെ നിയന്ത്രിക്കണമെന്നും അവസരങ്ങളെ എങ്ങനെ തിരിച്ചറിയണമെന്നും ഈ വിഷുബലം നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. ഓരോ വിഷുവും നമുക്ക് നൽകുന്നത് പുതിയൊരു തുടക്കമാണ്. കണി കണ്ടുണരുന്ന ആ നിമിഷം മുതൽ നിങ്ങളുടെ മനസ്സിൽ നിറയുന്ന ആത്മവിശ്വാസം വർഷം മുഴുവൻ നിലനിർത്താൻ വിശാഖം നക്ഷത്രക്കാർക്ക് സാധിക്കും. വരാനിരിക്കുന്ന ഒരു വർഷക്കാലം നിങ്ങളുടെ കരിയറിലും കുടുംബജീവിതത്തിലും വ്യക്തിജീവിതത്തിലും എപ്രകാരം പ്രതിഫലിക്കുമെന്നതിനെക്കുറിച്ചുള്ള കൃത്യവും സമഗ്രവുമായ ഒരു ചിത്രം നൽകുകയാണ് ഈ വിഷുബലത്തിലൂടെ ലക്ഷ്യമിടുന്നത്. മാറ്റത്തിന്റെ ഈ പൊൻപുലരിയിൽ സാമ്പത്തികം, തൊഴിൽ, കുടുംബം, ആത്മീയത എന്നിങ്ങനെ ജീവിതത്തിന്റെ ഓരോ ശാഖകളിലും വിശാഖം നക്ഷത്രക്കാർക്ക് 2026 വിഷു എന്ത് കരുതി വെച്ചിരിക്കുന്നു എന്ന് നമുക്ക് വിശദമായി പരിശോധിക്കാം. ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും ഈ വിഷുക്കാലം നിങ്ങളുടെ ജീവിതത്തിൽ പുതിയൊരു അധ്യായം കുറിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. വിശാഖം നക്ഷത്രക്കാരുടെ തൊഴിൽ മേഖലയിൽ 2026 വിഷുവിന് ശേഷം ഗുണപരമായ പല മാറ്റങ്ങളും പ്രതീക്ഷിക്കാം. കഴിഞ്ഞ കുറച്ചു കാലമായി അനുഭവിച്ചിരുന്ന തടസ്സങ്ങൾ നീങ്ങുന്ന സമയമാണിത്. സർക്കാർ ജോലിക്കായി ശ്രമിക്കുന്നവർക്ക് ഈ വർഷം അനുകൂലമായ ഫലങ്ങൾ ലഭിക്കും. പ്രത്യേകിച്ച് 2026 പകുതിയോടെ പുതിയ ഉത്തരവാദിത്തങ്ങൾ തേടിയെത്തും. മേലുദ്യോഗസ്ഥരിൽ നിന്ന് പ്രശംസയും പിന്തുണയും ലഭിക്കും. എന്നിരുന്നാലും സഹപ്രവർത്തകരിൽ നിന്നുള്ള ചെറിയ തോതിലുള്ള അസൂയയും മത്സരബുദ്ധിയും നേരിടേണ്ടി വന്നേക്കാം. അത് നിങ്ങളുടെ പ്രകടനത്തെ ബാധിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. സ്ഥാനക്കയറ്റത്തിന് കാത്തിരിക്കുന്നവർക്ക് ഈ വർഷം അനുകൂലമായ വാർത്തകൾ കേൾക്കാൻ സാധിക്കും. വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള തടസ്സങ്ങൾ നീങ്ങുകയും പുതിയ വിസ നടപടികൾ വേഗത്തിലാവുകയും ചെയ്യും. സ്വന്തമായി ബിസിനസ് ചെയ്യുന്ന വിശാഖം നക്ഷത്രക്കാർക്ക് 2026 പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ അനുയോജ്യമായ സമയമാണ്. നിലവിലുള്ള ബിസിനസ് വിപുലീകരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനാവശ്യമായ സഹായങ്ങൾ സുഹൃത്തുക്കളിൽ നിന്നോ ബാങ്കുകളിൽ നിന്നോ ലഭിക്കും. പങ്കാളിത്ത ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്നവർ കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. ലാഭവിഹിതം പങ്കുവെക്കുന്നതിലോ തീരുമാനങ്ങൾ എടുക്കുന്നതിലോ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കൃത്യമായ കണക്കുകളും രേഖകളും സൂക്ഷിക്കുന്നത് ഭാവിയിലെ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കും. വിശാഖം നക്ഷത്രക്കാരായ കലാകാരന്മാർക്ക് ഈ വർഷം പുതിയ അവസരങ്ങൾ ലഭിക്കും. നിങ്ങളുടെ കഴിവുകൾ അംഗീകരിക്കപ്പെടുകയും പൊതുജന ശ്രദ്ധയിൽ വരികയും ചെയ്യും. അവാർഡുകളോ മറ്റു പുരസ്കാരങ്ങളോ ലഭിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. 2026 വിഷു മുതൽ വിശാഖം നക്ഷത്രക്കാരുടെ സാമ്പത്തിക സ്ഥിതിയിൽ കാര്യമായ പുരോഗതി ദൃശ്യമാകും. എങ്കിലും വരവിനോടൊപ്പം തന്നെ ചെലവും വർദ്ധിക്കുന്ന ഒരു രീതിയാകും അനുഭവപ്പെടുക. ഒന്നിലധികം സ്രോതസ്സുകളിൽ നിന്ന് പണം വരാനുള്ള സാധ്യതയുണ്ട്. പഴയ കുടിശ്ശികകൾ പിരിഞ്ഞുകിട്ടും. പിതൃസ്വത്ത് സംബന്ധമായ തർക്കങ്ങൾ നിലനിന്നിരുന്നുവെങ്കിൽ അത് പരിഹരിക്കപ്പെടുകയും നിങ്ങൾക്ക് അനുകൂലമായ വിധിയുണ്ടാവുകയും ചെയ്യും. ഷെയർ മാർക്കറ്റ്, ഭൂമി ഇടപാടുകൾ എന്നിവയിൽ നിന്ന് ലാഭം പ്രതീക്ഷിക്കാം. എന്നാൽ അമിതമായ ആവേശം കാണിക്കാതെ വിദഗ്ധോപദേശം തേടിയതിനു ശേഷം മാത്രം വലിയ നിക്ഷേപങ്ങൾ നടത്തുക. കുടുംബത്തിലെ മംഗളകർമ്മങ്ങൾക്കായി പണം ചെലവഴിക്കേണ്ടി വരും. വീട് പുതുക്കി പണിയുന്നതിനോ വാഹനം വാങ്ങുന്നതിനോ ഈ വർഷം നിങ്ങൾ പണം കണ്ടെത്തും. ആഡംബര വസ്തുക്കൾക്കായി അനാവശ്യമായി പണം ചെലവഴിക്കുന്നത് ഒഴിവാക്കണം. വായ്പകൾ എടുക്കുന്നവർ തിരിച്ചടയ്ക്കാനുള്ള ശേഷി കൂടി കണക്കിലെടുത്ത് മാത്രം മുന്നോട്ടു പോവുക. സെപ്റ്റംബർ മുതൽ നവംബർ വരെയുള്ള മാസങ്ങളിൽ സാമ്പത്തിക കാര്യങ്ങളിൽ കൂടുതൽ നിയന്ത്രണം ആവശ്യമാണ്. വിശാഖം നക്ഷത്രക്കാരുടെ കുടുംബജീവിതത്തിൽ 2026 സന്തോഷവും സമാധാനവും നൽകുന്ന വർഷമായിരിക്കും.
വിവാഹപ്രായമെത്തിയ വിശാഖം നക്ഷത്രക്കാർക്ക് ഈ വർഷം വിവാഹ കാര്യങ്ങളിൽ തീരുമാനമാകും. പ്രണയ വിവാഹത്തിന് ആഗ്രഹിക്കുന്നവർക്ക് വീട്ടുകാരുടെ സമ്മതം ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. തടസ്സപ്പെട്ട് കിടന്നിരുന്ന വിവാഹാലോചനകൾ പുനരാരംഭിക്കുകയും മംഗളകരമായ പര്യവസാനത്തിലെത്തുകയും ചെയ്യും. ദമ്പതികൾക്കിടയിൽ നിലനിന്നിരുന്ന ചെറിയ പിണക്കങ്ങളും തെറ്റിദ്ധാരണകളും നീങ്ങി പരസ്പര ധാരണ വർദ്ധിക്കും. പങ്കാളിയുടെ വിജയങ്ങളിൽ നിങ്ങൾ അഭിമാനിക്കും. കുട്ടികളില്ലാത്ത ദമ്പതികൾക്ക് സന്താനഭാഗ്യം സിദ്ധിക്കുന്ന കാലമാണിത്. കുട്ടികളുടെ പഠനകാര്യത്തിലും വളർച്ചയിലും നിങ്ങൾ അതീവ സംതൃപ്തരായിരിക്കും. എന്നാൽ ഒക്ടോബർ മാസത്തോടനുബന്ധിച്ച് പങ്കാളിയുടെ ആരോഗ്യകാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ നൽകേണ്ടതുണ്ട്. മാതാപിതാക്കളുമായുള്ള ബന്ധം ദൃഢമാകും. സഹോദരങ്ങളുമായി ഭൂമി സംബന്ധമായോ മറ്റോ ഉണ്ടായിരുന്ന തർക്കങ്ങൾ മുതിർന്നവരുടെ ഇടപെടലിലൂടെ പരിഹരിക്കപ്പെടും. കുടുംബത്തോടൊപ്പം തീർത്ഥയാത്രകളും വിനോദയാത്രകളും നടത്താൻ അവസരമുണ്ടാകും. സാമൂഹികമായ അന്തസ്സ് വർദ്ധിക്കുന്ന സമയമാണിത്. വിശാഖം നക്ഷത്രക്കാർ സ്വതവേ തത്വചിന്താപരമായ മനസ്സിനുടമകളാണ്. 2026 വിഷുവിന് ശേഷം നിങ്ങളുടെ ആത്മീയ താല്പര്യം വർദ്ധിക്കും. ലൗകിക ജീവിതത്തിലെ തിരക്കുകൾക്കിടയിലും മനസ്സിന്റെ സമാധാനം കണ്ടെത്താൻ നിങ്ങൾ ആത്മീയ മാർഗങ്ങൾ തേടും. യോഗ, ധ്യാനം എന്നിവയിൽ കൂടുതൽ താല്പര്യം കൂടുകയും അത് നിത്യജീവിതത്തിന്റെ ഭാഗമാവുകയും ചെയ്യും. ഗുരുതുല്യരായ വ്യക്തികളുടെ അനുഗ്രഹം ലഭിക്കും. പ്രമുഖരായ ആത്മീയ പ്രഭാഷകരെ കേൾക്കാനോ പ്രഭാഷണങ്ങളിൽ പങ്കെടുക്കാനോ അവസരം ലഭിക്കും. കുലദൈവ പ്രീതിക്കായി പ്രത്യേക പൂജകൾ നടത്താൻ നിങ്ങൾ മുൻകൈയെടുക്കും. തീർത്ഥാടന കേന്ദ്രങ്ങൾ സന്ദർശിക്കാനുള്ള യോഗമുണ്ട്. ദാനധർമ്മങ്ങൾ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് വലിയ മാനസിക സംതൃപ്തി ലഭിക്കും. മറ്റുള്ളവരെ സഹായിക്കാനുള്ള നിങ്ങളുടെ മനസ്സ് സമൂഹത്തിൽ നിങ്ങൾക്ക് നല്ല പേര് നേടിത്തരും. ആരോഗ്യകാര്യത്തിൽ സമ്മിശ്രമായ ഫലങ്ങളാണ് ഈ വർഷം പ്രതീക്ഷിക്കുന്നത്. ജോലിഭാരം കാരണം മാനസിക സമ്മർദ്ദം അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. ഇത് ഉറക്കക്കുറവിനും ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്കും കാരണമായേക്കാം. ഭക്ഷണ കാര്യത്തിൽ കൃത്യനിഷ്ഠ പാലിക്കുക. നട്ടെല്ലിനോ സന്ധികൾക്കോ വേദന അനുഭവപ്പെടുന്നവർ തുടക്കത്തിൽ തന്നെ ചികിത്സ തേടുക. വ്യായാമം ശീലമാക്കുന്നത് ആരോഗ്യത്തിന് ഏറെ ഗുണം ചെയ്യും. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം 2026 മികച്ച വർഷമാണ്. ഉന്നത വിദ്യാഭ്യാസത്തിന് ആഗ്രഹിക്കുന്നവർക്ക് തങ്ങൾ ഇഷ്ടപ്പെട്ട വിഷയങ്ങളിൽ പ്രവേശനം ലഭിക്കും. മത്സര പരീക്ഷകളിൽ പങ്കെടുക്കുന്നവർക്ക് വിജയിക്കാൻ സാധിക്കും. ഏകാഗ്രതയോടെ പഠിച്ചാൽ പരീക്ഷകളിൽ ഉന്നത വിജയം ഉറപ്പാണ്. വിദേശത്ത് പോയി പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള തടസ്സങ്ങൾ നീങ്ങും. ഔദ്യോഗിക ആവശ്യങ്ങൾക്കായി നിരവധി യാത്രകൾ ചെയ്യേണ്ടി വരും. ഈ യാത്രകൾ അല്പം ക്ഷീണിപ്പിക്കുമെങ്കിലും ഫലപ്രദമായിരിക്കും. പഴയ സുഹൃത്തുക്കളെ കണ്ടുമുട്ടാനും സൗഹൃദം പുതുക്കാനും യാത്രകൾ അവസരമൊരുക്കും. പുതിയ വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് 2026 വിഷുവിന് ശേഷം നല്ല സമയമാണ്. വസ്തു വാങ്ങാനോ വീട് പണിയാനോ ഉള്ള കരാറുകളിൽ ഒപ്പിടാൻ സാധിക്കും. നിർമ്മാണ മേഖലകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് തടസ്സമില്ലാതെ പണി പൂർത്തിയാക്കാൻ സാധിക്കും. വിശാഖം നക്ഷത്രക്കാർക്ക് പെട്ടെന്ന് ദേഷ്യം വരാനുള്ള പ്രവണതയുണ്ട്. ഇത് പലപ്പോഴും നല്ല ബന്ധങ്ങൾ വഷളാകാൻ കാരണമാകും. സംസാരത്തിൽ മിതത്വം പാലിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. എല്ലാവരെയും പെട്ടെന്ന് വിശ്വസിക്കുന്നത് ഈ വർഷം നിങ്ങൾക്ക് ദോഷം ചെയ്തേക്കാം. സാമ്പത്തിക ഇടപാടുകളിൽ ജാമ്യം നിൽക്കുന്നത് ഒഴിവാക്കുക. നിയമപരമായ കാര്യങ്ങളിലും ഒപ്പിടേണ്ട രേഖകളിലും അതീവ ജാഗ്രത പാലിക്കുക. വേണ്ടത്ര പരിശോധനയില്ലാതെ ഒരു രേഖയിലും ഒപ്പിടരുത്. വ്യാഴാഴ്ചകളിൽ മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുകയും വിഷ്ണു സഹസ്രനാമം ജപിക്കുകയും ചെയ്യുന്നത് തൊഴിൽപരമായും സാമ്പത്തികമായും ഗുണം ചെയ്യും. വിശാഖം നക്ഷത്രത്തിന്റെ അധിപൻ വ്യാഴമാണെങ്കിലും ചൊവ്വയുടെ സ്വാധീനമുള്ളതിനാൽ സുബ്രഹ്മണ്യ സ്വാമിയെ ഭജിക്കുന്നത് തടസ്സങ്ങൾ മാറാൻ സഹായിക്കും. ഷഷ്ടിവ്രതം നോൽക്കുന്നത് ഉത്തമമാണ്. പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പഠന സഹായികൾ നൽകുന്നതും വിശക്കുന്നവർക്ക് ഭക്ഷണം നൽകുന്നതും ഭാഗ്യം വർദ്ധിപ്പിക്കും. വിശാഖം നക്ഷത്രത്തിന്റെ വൃക്ഷമായ കൂവളം നട്ടുപിടിപ്പിക്കുകയും അതിനെ പരിപാലിക്കുകയും ചെയ്യുന്നത് മാനസിക ഊർജം നൽകും. മൊത്തത്തിൽ നോക്കുമ്പോൾ 2026 വിഷുബലം വിശാഖം നക്ഷത്രക്കാർക്ക് വളർച്ചയുടെയും പുരോഗതിയുടെയും വർഷമാണ്. കഠിനാധ്വാനത്തിന് അർഹമായ പ്രതിഫലം ലഭിക്കുകയും ആത്മവിശ്വാസത്തോടെയും ക്ഷമയോടെയും മുന്നോട്ടു പോയാൽ ജീവിതത്തിലെ വലിയ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും. കുടുംബത്തിൽ സന്തോഷം നിലനിൽക്കുമെങ്കിലും ആരോഗ്യകാര്യത്തിൽ അല്പം ശ്രദ്ധ വേണ്ടതുണ്ട്. ആത്മീയമായ ചിന്തകൾ നിങ്ങളെ ശരിയായ പാതയിലൂടെ നയിക്കും. ഈ വിഷുക്കാലം നിങ്ങൾക്ക് ഐശ്വര്യപൂർണവും സമാധാനപ്രദവുമാകട്ടെ എന്ന് ആശംസിക്കുന്നു.